ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ. കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന കോമാളിയായി. നമസ്കാരം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന ചോദ്യത്തിനും ഉത്തരം ഒന്നേയുള്ളൂ: നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3.5 കോടി ജനങ്ങൾ മാത്രമേ കേരളത്തിൽ ഉള്ളൂ എങ്കിലും ഇദ്ദേഹത്തെ പരിഹസിക്കാത്തവർ വളരെ അപൂർവം പേരെയുള്ളൂ. ലോകത്ത് മറ്റൊരിടത്തെയും ഭരണാധികാരികൾക്ക് ഒരുപക്ഷെ പൊതുജനങ്ങളിൽ നിന്ന് ഇത്രയധികം വെറുപ്പും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാകില്ല. പൊക്കിപ്പറയാൻ എഴുതിച്ച തിരുവാതിരപ്പാട്ടിലെ കാരണഭൂതൻ പോലും ഇരട്ട പേരായി ജീവിതകാലം മുഴുവൻ പേറേണ്ട ദൗർഭാഗ്യവും പിണറായിക്ക് സ്വന്തം. ഇതിനു മുമ്പ് ഇവിടെ എത്രയോ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വെറുക്കപ്പെട്ടയാൾ ഇതാദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. ഇന്ന് യാദൃച്ഛികമായി പിണറായി വിജയനെക്കുറിച്ച് എഴുതിയ ഒരു കവിത കേൾക്കാനിടയായി. അത് എഴുതിയ ആൾ ആരാണെന്നോ ചൊല്ലിയ ആൾ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം: ഈ വരികൾ സത്യമാണെന്ന്. ഓരോ വരികൾക്കിടയിലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിച്ചമർത്തലിൻ്റെ അമർഷവും നിഷേധിക്കപ്പെടലിൻ്റെ വേദനയും ആത്മാഭിമാനം മുറിവേൽക്കുന്നതിൻ്റെ മുരൾച്ചയുമുണ്ട്. മാനത്തെ അമ്പിളി മാമനല്ല, താങ്കൾ മണ്ണിലിറങ്ങിയ ദേവനല്ല, മലയാളി തന്നൊരു കാരുണ്യ വോട്ടിനാൽ മന്ത്രിപ്പണി ചെയ്യും ദാസനാണേ. മുഖമൊന്നുയർത്തി ജനത്തിനെ നോക്കി പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ, മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിന്റെ കഷ്ടകാലം. ഗമിക്കുന്ന വീതിയിൽ പ്രജകൾ ധരിക്കും കറുത്ത വസ്ത്രങ്ങളെ പേടിയാണോ? പ്രതിഷേധമെന്നൊരു വാക്കുകേട്ടാൽ തന്നെ പ്രേത പിശാച് പിടിച്ച പോലെ. പ്രജകൾക്കിടയിലും പ്രാണഭയത്തിനാൽ അതിതീവ്രമായ സുരക്ഷ കൂട്ടും. പ്രസംഗപീഠത്തിലെ മൈക്കിന്റെ പേരിലും പേടികൊണ്ടാണേലും കേസെടുക്കും. ജനത്തിന്റെ വേദന കണ്ടിടുവാൻ, അനുഭാവപൂർവം കേട്ടിടുവാൻ, പൊങ്ങച്ച സിംഹാസനത്തിനെ വിട്ടൊന്ന് മണ്ണിലിറങ്ങി വന്നിടുമോ? ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ. കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന കോമാളിയായി. എങ്കിലും വാഴ്ത്തുന്ന വായ്ത്താരിയും കൊണ്ട് വിഡ്ഢികളാകും വിദൂഷകരും. സത്യം മറച്ചു പിടിച്ചിട്ട് പൊങ്ങച്ചം മാത്രം പറയും വിദൂഷകരും. സഹികെട്ട പൊതുജനം തിരവിലിറങ്ങിയാൽ ചുടുചോറു വാരുന്ന വാനരന്മാർ നടത്തുന്ന രക്ഷാപ്രവർത്തനം കൊണ്ടൊന്നുമാവില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ജനങ്ങൾ വെറുക്കുന്നൊരേകാധിപതിയായി ഇനി എത്ര നാള് കഴിച്ചുകൂട്ടും? ജനരോക്ഷമാകുന്ന പ്രതിഷേധ ജ്വാലയിൽ കത്തുന്ന നാള് വിദൂരമല്ല. പ്രജതന്റെ ക്ഷേമത്തിനായുള്ള മാർഗങ്ങളെല്ലാം തകർത്തു കളഞ്ഞവനായി പലവിധ ആക്ഷനും പലജാതി തള്ളുമായി ഇനിയും തുടരാൻ കഴിയുകില്ല.